നമസ്കാരം. ഹസ്രത് ബാൽ പള്ളി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ ഹസ്രത് ബാൽ പള്ളി എന്ന് പറയുന്നത്. ഈ ദർഗയിൽ മുഹമ്മദ് നബിയുടെ തിരുശേഷി പടക്കം സൂക്ഷിച്ചിട്ടുണ്ട്. ദാൽ തടാകത്തിന്റെ പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഹസ്രത് ബാൽ ദേവാലയം ഏറ്റവും അധികം ആളുകൾ മുസ്ലിം മതവിശ്വാസികൾ സന്ദർശിക്കുന്ന ആരാധനാലയങ്ങളിൽ ഒന്ന് തന്നെയാണ്. സിഖുകാർക്ക് എങ്ങനെയാണോ സുവർണ ക്ഷേത്രം, അതുപോലെ തന്നെയാണ് കശ്മീരികൾക്ക് ഈ ഹസ്രത് ബാൽ എന്ന് പറയുന്നത്. എന്നാൽ കശ്മീർ തീവ്രവാദത്തോട് ചേർത്തുകൊണ്ടായിരുന്നു ഒരു കാലം വരെയും ഈ ഹസ്രത് ബാൽ പള്ളിയുടെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത്. 1990-ൽ തീവ്രവാദികളുടെ സംഗമ സ്ഥാനമായി ഈ ഹസ്രത് ബാൽ പള്ളി മാറുകയും ചെയ്തിരുന്നു. 93-ൽ അവിടെ പള്ളി വളപ്പിനുള്ളിൽ തന്നെ ഈ തീവ്രവാദികൾ സുരക്ഷിതമായ കേന്ദ്രങ്ങൾ കെട്ടിപ്പടുത്തു. 1993 ഒക്ടോബർ 15 തീവ്രവാദികൾ പള്ളിയുടെ പൂട്ട് തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പള്ളി സമുച്ചയം വളഞ്ഞത്. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, ഓപ്പറേഷൻ ബലാക്കോട്ട്, അൽ ജിഹാദ് എന്നിവയുടെ 70ഓളം സായുധരായ തീവ്രവാദികളായിരുന്നു ആ സമയത്ത് പള്ളി വളപ്പിനുള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും കശ്മീർ തീവ്രവാദികൾക്കെതിരായ നിർണായക പോരാട്ടത്തിന്റെ സമയത്ത് താഴ്വരയിൽ ഭാരത വിരുദ്ധ വികാരം ഉയർത്തുകയും തീവ്രവാദ പ്രസ്ഥാനത്തിന് വലിയ ഉത്തേജനം നൽകുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു ഈ ഹസ്രത് ബാൽ സംഭവം എന്ന് പറയുന്നത്. അതേ ഹസ്രത് ബാൽ പള്ളിയാണ് ഇപ്പോൾ വലിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം കശ്മീരിലെ തീവ്രവാദം മാത്രമല്ല ഇല്ലാതാക്കിയിരിക്കുന്നത്, മറിച്ച് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം കൂടി നൽകുന്നുണ്ട് എന്ന് പള്ളി അധികൃതർ പറയുന്നുണ്ട്. ഈ ഹസ്രത് ബാൽ പള്ളിയുടെ സംയോജിത വികസനം എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു. ഹസ്രത് ബാൽ ദേവാലയം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും മറ്റും അടിസ്ഥാന സൗകര്യത്തിൽ ഉൾപ്പെടെ വലിയ സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. 45 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് കശ്മീർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ബാൽ പള്ളിയുടെ സമഗ്ര പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കൂടി രാജ്യത്തോട് പങ്കുവെക്കുന്നതായിരിക്കും. ഒരു കാലത്ത് ഭീകരവാദികൾ ഒളികേന്ദ്രമായി അവർക്ക് സുരക്ഷിത സ്ഥാനം എന്ന നിലയ്ക്ക് ഒളിച്ചിരിക്കാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു പള്ളി, അത് ഇപ്പോൾ വിശ്വാസികളുടേത് മാത്രമായി മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, ഈ വിശ്വാസികൾക്ക് അവിടേക്ക് സധൈര്യം കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം വിനോദസഞ്ചാരികൾക്കും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ കൂടി ഹസ്രത് ബാൽ എന്ന ദേവാലയം വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ പഴയതുപോലെ ഭീകരവാദത്തിന്റെ പേരിലല്ല, മറിച്ച് അവിടെ ഉണ്ടായിരിക്കുന്ന സന്തോഷത്തിന്റെയും വികസനത്തിന്റെയും ഉന്നമനത്തിന്റെയും പേരിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.